അസ്സലാമു അലൈക്കും എവരി വൺ, വെൽക്കം ടു മൈ ചാനൽ. ഇന്നത്തെ റെസിപ്പി നല്ല ചൂടോടെ കഴിക്കാൻ പറ്റിയ ലോഡഡ് ഫ്രൈസ്. ഭയങ്കര ഹെൽത്തിയാണ്, ന്യൂട്രീഷ്യസ് ആണ് എന്നൊന്നും പറയാൻ പറ്റാത്ത ഈ ഒരു റെസിപ്പി പക്ഷെ വീട്ടിൽ സ്വയം ഉണ്ടാക്കി കഴിക്കാൻ പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അതിനായി ഞാൻ 2 പാൻ എടുത്തു. ഒരു പാനിൽ ഓയിൽ ഒഴിച്ചിട്ട് ഫ്രഞ്ച് ഫ്രൈക്ക് വേണ്ടിയിട്ടുള്ള പൊട്ടാറ്റോ ഫ്രോസൺ വാങ്ങിച്ചിരുന്നു, അത് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് കേട്ടോ ഉള്ളത് ഇത്. എന്നാൽ മറ്റൊരു പാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് സവാള, ഒന്നോ അല്ലെങ്കിൽ ഒരു വലിയ സവാളയുടെ പകുതിയോ സവാള ചെറുതായിട്ട് അരിഞ്ഞത് സോട്ട് ചെയ്തു. എന്നിട്ട് ശേഷം മിൻസ്ഡ് മീറ്റ്, അതായത് ബീഫ് കൊണ്ടാണ് ഇവിടെ ഉണ്ടാക്കുന്നത്, അതിട്ട് കൊടുത്തു. ഇതിലോട്ട് 1 ടീസ്പൂൺ സോയാ സോസ് ഇപ്പം ചേർത്ത് കൊടുത്തു. അതുപോലെ പെപ്പർ, കോഴ്സ്ലി പൗഡേർഡ് പെപ്പർ, അതായത് ഒന്ന് ചതച്ചെടുത്ത കുരുമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. വലിയ മസാലകളൊന്നും ഞാനിവിടെ ഇട്ട് കൊടുക്കണില്ല കേട്ടോ. ശേഷം നമുക്ക് തക്കാളി, തക്കാളി അരച്ചത് ചേർത്ത് കൊടുത്തു. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. മീറ്റ് നന്നായിട്ട് വെന്ത ശേഷം കേട്ടോ ഞാനിവിടെ തക്കാളിയൊക്കെ ഇട്ട് കൊടുക്കണേ. മറ്റേ പാനിലെ ഫ്രഞ്ച് ഫ്രൈ ഒന്ന് കുക്കായപ്പോൾ അത് ഞാൻ എന്ത് ചെയ്തു, ഒരു പ്ലേറ്റിലോട്ട് മാറ്റി വെച്ചു കൊടുത്ത് അടുത്ത ട്രിപ്പ് ഇട്ട് കൊടുത്തു. മിൻസ്ഡ് മീറ്റിൽ ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുത്തു. സോയാ സോസിലൊക്കെ ഉപ്പൊക്കെ നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഇതാണ് ലാസ്റ്റ് ഇട്ടത്. പിന്നെ എനിക്ക് മുളകിൻ്റെ ഒരു കുറവ്, നമ്മൾ മലയാളികൾക്ക് മുളക് കുറച്ച് വേണമല്ലോ, അപ്പോൾ ഞാൻ കുറച്ച് കാശ്മീരി ചില്ലി ഇട്ട് കൊടുത്തു. ഫുള്ള് കുക്കായി മസാലയൊക്കെ വന്നപ്പോൾ ഞാൻ മൊസറല്ല ചീസ് ഇതിൻ്റെ മുകളിൽ ഇട്ടിട്ട് സിമ്മിലിട്ട് കൊടുത്തിട്ട് അടച്ചു വെച്ചു കേട്ടോ. എന്നാലല്ലേ മൊസറല്ല ചീസ് നന്നായിട്ട് മെൽറ്റ് ആവുള്ളൂ. ഇനി നമുക്ക് സോസിനായിട്ട് ടൊമാറ്റോ സോസ് ഒരു 1.5 ടേബിൾ സ്പൂൺ, ബാക്കി എത്ര വേണമെങ്കിലും മയോണൈസ് ചേർത്ത് കൊടുക്കുക. നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾ സോസിൻ്റെ എമൗണ്ട് മാറ്റുക. അതുപോലെ ഇത്തിരി വിനെഗർ ചേർത്ത് കൊടുത്തു, ഇത്തിരി ചില്ലി പൗഡർ ചേർത്ത് കൊടുത്തു, ചില്ലി സോസ് ചേർത്ത് കൊടുത്തു. ഇപ്പോഴും എനിക്ക് എമൗണ്ട് കുറവാണെന്ന് തോന്നിയപ്പോൾ ഞാൻ മയോണൈസ് കുറച്ച് കൂടുതൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നല്ല ഭംഗിയിൽ വരാൻ വേണ്ടിയിട്ട് ഞാൻ പൈപ്പിംഗ് ബാഗിൽ ഇട്ടിട്ട്, പൈപ്പിംഗ് ബാഗ് നന്നായിട്ട് റബ്ബർ ബാൻഡോ എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ ടൈ ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് മേലെ സ്പ്രിങ്കിൾ ചെയ്യാനായിട്ട് ലേസോ അല്ലെങ്കിൽ പൊട്ടാറ്റോ ചിപ്സ്, ഞാനിത് ലൂസായിട്ട് വാങ്ങിക്കാവുന്ന പൊട്ടാറ്റോ ചിപ്സാണ്, അത് കൈകൊണ്ട് തന്നെ ക്രഷ് ചെയ്തു കവറിലിട്ടിട്ട്. ഇനി നമുക്ക് പ്ലേറ്റിൽ ഫ്രഞ്ച് ഫ്രൈസ് അസംബിൾ ചെയ്തിടാം. നേരത്തെ മുതറല്ല ചീസ് ഇട്ടിട്ട് അടച്ചു വെച്ച മിൻസ്ഡ് മീറ്റ് ഉണ്ടല്ലോ, അതെടുത്തിട്ട് ഇതിൻ്റെ മേലെ വെച്ച് കൊടുക്കാം. നമുക്ക് അത് ഇളക്കി കൊടുക്കൊന്നും വേണ്ട, ഡയറക്റ്റായിട്ട് വെച്ച് കൊടുക്കാം. ഇതിൻ്റെ മുകളിൽ ഇനിയും പൊട്ടാറ്റോ ആഡ് ചെയ്യായിരുന്നു കേട്ടോ. ശേഷം പൊട്ടാറ്റോ ചിപ്സ് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുത്തു. അതുപോലെ പിക്കിൾഡ് കുക്കുംബറോ അല്ലെങ്കിൽ ജലാപ്പിനോ ഇട്ട് കൊടുക്കാം. ശേഷം ഞാൻ ഈ പൈപ്പിംഗ് ബാഗിൽ ഫില്ല് ചെയ്തിട്ടുള്ള സോസ് നമുക്ക് ഇഷ്ടമുള്ള ഡിസൈനിൽ സെറ്റ് ചെയ്ത് കൊടുത്തു. ഇനിയും കുറച്ചും കൂടി പൊട്ടാറ്റോ ചിപ്സ് ചേർത്ത് കൊടുക്കാം. ഇതിങ്ങനെ ചൂടോടെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഇത് ഹെൽത്തി ആണെന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷെ നിങ്ങളിതൊന്ന് കഴിച്ചിട്ടില്ലെങ്കിൽ ഒരു വട്ടം നിങ്ങൾ എന്തായാലും കഴിച്ചു നോക്കണം കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ്. ഇൻഗ്രീഡിയൻസ് ഒക്കെ കയ്യിലുണ്ടെങ്കിൽ ഉണ്ടാക്കാൻ സുഖമായിട്ടുള്ള റെസിപ്പിയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.